പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ പുതിയ നീക്കവുമായി എത്തിയിരിക്കുകയാണ് മമതാ ബാനർജി. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതിന് പിന്നാലെ എല്ലാവരെയും രാഷ്ട്രീയ നിരീക്ഷകരെ അടക്കം അമ്പരിപ്പിച്ചിരിക്കുകയാണ് അവർ. ഇത് വെറും ഒരു സ്ഥാനാർത്ഥി പട്ടിക മാത്രമല്ല, സാമൂഹികമായ ഒരു മാറ്റത്തിന്റെ കൂടി തുടക്കമാണെന്നാണ് നിരീക്ഷകർ പറയുന്നത്. എന്താണ് ആ പട്ടികയിലുള്ളതെന്നല്ലേ? ആ പട്ടികയിലുള്ളത് 52% കൂടുതൽ സ്ത്രീ സ്ഥാനാർത്ഥികളാണ്. സ്ത്രീകൾക്ക് ഇത്തവണ കൂടുതൽ പ്രാതിനിധ്യം നൽകിയിരിക്കുകയാണ് മമതാ ബാനർജി. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പകുതിയിലധികം സീറ്റുകൾ സ്ത്രീകൾക്ക് നൽകുന്നത് ഇതാദ്യമായാണ്. ലക്ഷ്മി ഭണ്ഡാർ പോലുള്ള പദ്ധതികളിലൂടെ ബംഗാളിലെ സ്ത്രീ മനസ്സുകളിൽ മമത നേടിയെടുത്ത സ്വാധീനം വോട്ടാക്കി മാറ്റാനുള്ള തന്ത്രമാണിത്. സ്ത്രീ സുരക്ഷയും സ്ത്രീ ശാക്തീകരണവും വെറും വാക്കുകളല്ല എന്ന് തെളിയിക്കാനാണ് മമത ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പഴയകാല നേതാക്കളെ പൂർണ്ണമായും തഴയാതെ തന്നെ വലിയൊരു വിഭാഗം യുവാക്കളെയും പുതുമുഖങ്ങളെയും മമത മത്സരത്തിനിറക്കിയിട്ടുണ്ട്. ഏകദേശം 40% സ്ഥാനാർത്ഥികൾ 40 വയസ്സിൽ താഴെയുള്ളവരാണ്. പ്രൊഫഷണലുകൾ, സാമൂഹിക പ്രവർത്തകർ, വിദ്യാർത്ഥി നേതാക്കൾ എന്നിവർക്ക് പട്ടികയിൽ മുൻഗണന ലഭിച്ചു. അഭിഷേക് ബാനർജി പോലെയുള്ള യുവ നേതാക്കളെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ അനുഭവ സമ്പത്തുള്ളവരെ കൂടി കൂട്ടിയിണക്കിയാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടിക നിശ്ചയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മമത ഇത്തരമൊരു പരീക്ഷണം നടത്തുന്നത്? ഭരണവിരുദ്ധ വികാരം മറികടക്കാനും BJPയുടെ വെല്ലുവിളിയെ പ്രതിരോധിക്കാനും പുതിയ മുഖങ്ങൾ അത്യാവശ്യമാണെന്ന് പാർട്ടി തിരിച്ചറിയുന്നു. അഴിമതി ആരോപണങ്ങളിൽപ്പെട്ട പഴയ നേതാക്കളെ മാറ്റി നിർത്തി സംശുദ്ധമായ പ്രതിച്ഛായുള്ള യുവാക്കളെയും സ്ത്രീകളെയും ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിലൂടെ പ്രതിപക്ഷത്തിന്റെ ആയുധങ്ങൾക്ക് മുനയൊടിക്കാനും മമതയുടെ നീക്കം. ഇത് ബംഗാളിലെ യുവാക്കൾക്കിടയിൽ സ്ത്രീകൾക്കിടയിലും വലിയ ചർച്ചയായി കഴിഞ്ഞു. ചുരുക്കത്തിൽ 2026 പോരാട്ടം വെറും ഒരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ പുതിയൊരു മുഖം ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള വേദി കൂടിയാണ്. 52% സീറ്റുകൾ സ്ത്രീകൾക്ക് നൽകുന്നതിലൂടെയും യുവത്വത്തിന് കൂടുതൽ പരിഗണന നൽകുന്നതിലൂടെയും എന്ത് മാറ്റമാണ് ഈ വരുന്ന ഇലക്ഷനിൽ ബംഗാളിൽ നടക്കാൻ പോകുന്നതെന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം.